മാധ്യമവാർത്തകളുടെ സെൻസർഷിപ്പിൽ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുന്നു. സംസ്ഥാനത്ത് സൈബർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി സംശയിക്കുന്നുവെന്നാണ് CPM നേതാവ് KN ബാലഗോപാൽ പ്രതികരിച്ചത്. വാർത്താമേഖലയെ തകർക്കാനുള്ള VD സതീശൻ സർക്കാരിന്റെ നീക്കമെന്ന് CPI ആരോപിച്ചു. മോദിയോട് എത്രമാത്രം ചേർന്ന് നിൽക്കാൻ കഴിയുമെന്നതാണ് VD സതീശൻ ആലോചിക്കുന്നത് എന്നാണ് V ശിവദാസൻ MP-യുടെ പരിഹാസം. വാസ്തവത്തിൽ ഇന്നിപ്പോൾ ആളുകൾ സൈബർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണ് എന്ന് സംശയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. വളരെ സോളിഡായിട്ടുള്ള എവിഡൻസ് ഉള്ള ആരോപണങ്ങൾ വന്നിട്ട് പോലും അത് അംഗീകരിക്കുന്നില്ല, അത് മാറ്റുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗങ്ങൾ പോലും പോയി എന്നാണ് വാർത്തകൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ മെറ്റയിൽ നിന്ന് അതൊക്കെ വളരെ ഡ്രക്കോണിയനായിട്ടുള്ള ഒരു നിയമം ഉപയോഗിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ് ഇവർ. തനിക്കെതിരായി വരുന്ന വാർത്തകളും തനിക്കെതിരായി വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളെയും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് VD സതീശൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. പക്ഷെ കേരളം പോലൊരു സംസ്ഥാനത്ത് അങ്ങനെ മാധ്യമങ്ങളെയൊന്നും കൈകാര്യം ചെയ്തതിനു വേണ്ടി കഴിയില്ല. BJPയും BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകൾക്കെതിരായി വലിയ ഒരു ഇടപെടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മോദി രാജ്യത്താകെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രമമാണ്. ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല, അപകടകരമായിട്ടുള്ള പോക്കാണ്. TV പ്രസാദിന്റെ വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു സൈബർ സെൻസർഷിപ്പ് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നൽകില്ലേ? നമ്മുടെ തന്നെ റിപ്പോർട്ടർ TVയുടെ തന്നെ 12 കാർഡുകളാണ് പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യപ്പെട്ടത്. അതായത് വിമർശനങ്ങൾ ഉയരുന്ന കാർഡുകൾ വളരെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യപ്പെടുന്നു. അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടതും ഉണ്ടായിട്ടുണ്ട്, 1-2 എണ്ണം. അതല്ലാതെ ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പടമുള്ള കാർഡുകളാണ് വളരെ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്. സമാനമായ സാഹചര്യങ്ങൾ മറ്റു ചില ചാനലുകൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിൽ വിശദമായൊരു മറുപടി ഇന്ന് പ്രതീക്ഷിക്കാമോ? അശ്മതി, അതിലൊരു മറുപടി ഇതുവരെയും കിട്ടിയില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട് മന്ത്രിസഭാ യോഗത്തിന് ശേഷം. ആ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഇതിലെന്തെങ്കിലും മറുപടി ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്താണെങ്കിൽ ആദ്യം MDMA-യുമായി പിടിയിലായ യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ്, ആ നേതാവ് മുഖ്യമന്ത്രി VD സതീശനുമായി അടുപ്പമുണ്ട് എന്ന് തോന്നിക്കുന്ന വീഡിയോകളും ഫോട്ടോകളും എല്ലാം പുറത്തു വന്നതിന് ശേഷമാണ്, ആ ദൃശ്യങ്ങളും എല്ലാം പുറത്തു വന്നതിന് ശേഷമാണ് റിപ്പോർട്ടറിന്റെ കാർഡുകൾ നീക്കം ചെയ്തു തുടങ്ങിയത്. അതിനുശേഷം കടലിൽ കാണാതെ പോയ അച്ഛന് വേണ്ടിയുള്ള തിരച്ചിൽ അത് ശരിയായ രീതിയിലല്ല എന്ന സർക്കാർ വിമർശനം ആ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ മകൾ ഉന്നയിച്ചിരുന്നു. ആ കാർഡ് പിന്നീട് നീക്കം ചെയ്തു. അവിടുന്ന് അങ്ങോട്ടേക്ക് പ്രതിപക്ഷ നേതാവിന്റെയും CPI നേതാവിന്റെയും അടക്കമുള്ള പ്രസ്താവനകളടക്കം നീക്കം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ ഡിബേറ്റുകളുടെ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഷോകളുടെ ഉൾപ്പെടെയുള്ള കാർഡുകൾ വ്യാപകമായി നീക്കം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നത് എന്നതാണ്. സമീപകാലത്തൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും രീതിയിൽ മോശം പരാമർശങ്ങളോ മറ്റോ ആയിരുന്നുവെങ്കിൽ അത് നേരിട്ട് നീക്കം ചെയ്യാനുള്ളൊരു സംവിധാനം അവർക്കുണ്ട്. ഇതല്ല, വാർത്തകളെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മെറ്റയിൽ പറഞ്ഞ് അതുവഴി ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ വാസ്തവം. സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിലാണ് ഇങ്ങനെയൊരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ പതിവ് രീതിയാണ്, അതെല്ലാ കാലവും തുടർന്നിട്ടുമുണ്ട്. പക്ഷേ വാർത്ത കൊടുത്തതിന്റെ പേരിൽ ആ വാർത്തകളെ പൂർണ്ണമായി നീക്കം ചെയ്യുക എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഈ സർക്കാർ മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ ഒരു പ്രശ്നം. ഇതിന് എന്ത് മറുപടി ആയിരിക്കും മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. ഇങ്ങനെ മാധ്യമങ്ങളുടെ വാർത്തകൾ നീക്കിയതിനെ ഇനിയിപ്പോൾ പ്രതിഷേധിച്ച് രംഗത്തെത്തുമോ, അതല്ല ആ ചോദ്യത്തെ അവഗണിക്കുമോ? ഇതിന്റെ മറുപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്മൃതി.